വീണ്ടും വാർത്തകളിലേക്ക്. ശുദ്ധീകരണ വിവാദത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങളിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. പ്രവർത്തക സമിതി യോഗത്തിലാണ് ഖാർഗെ വിഷമം തുറന്നു പറഞ്ഞത്. CJP പോലുള്ള സംഘടനകൾക്ക് രാഷ്ട്രീയ ഇടം വിട്ടു നൽകരുതെന്ന് കനയ്യകുമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ER രാഗേഷ്, ഇത് ദേശീയ അധ്യക്ഷന് പോലും പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നേതാക്കളിൽ നിന്നുള്ള പിന്തുണയുടെ കാര്യമാണ് എടുത്തു പറയുന്നത്. അതോടൊപ്പം കനയ്യകുമാറും ചൂണ്ടിക്കാണിക്കുന്നത് ഈ CJP അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന കാര്യമാണ്. രുചിഷ്, അതുതന്നെയാണ്. കാരണം 8-ാം തീയതിയാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ ഖർഗെ പങ്കെടുത്ത പാർട്ടി റാലി നടന്നത്. അതിനുശേഷം വലിയ വിവാദമുണ്ടാവുകയും തൻ്റെ മനോവിഷമമൊക്കെ തന്നെ ഖർഗെ രാജ്യസഭയിൽ പറയുകയും ചെയ്തതാണ്. കാരണം ആ വേദി പിന്നീട് ശ്രീരാമസേന പ്രവർത്തകരാണ് ശുദ്ധീകരണം നടത്തിയത്. ഖർഗെ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും അവർക്ക് BJP ബന്ധമുണ്ട്, BJPയുടെ മനോഭാവമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നൊക്കെ തന്നെ ഖർഗെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. BJP ആകട്ടെ അതിനോട് അകലം പാലിക്കുകയും ഈ പ്രവൃത്തിയോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നൊക്കെ തന്നെ JP നഡ്ഡ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇന്നലെ ചേർന്ന CWC യോഗത്തിലാണ് ഖർഗെ തനിക്കുണ്ടായ വിഷമം അവിടെ ആവർത്തിച്ചത്. അതായത് പാർട്ടി അംഗങ്ങളിൽ നിന്ന് പോലും കൃത്യമായ പിന്തുണ പലരിൽ നിന്നും ലഭിച്ചില്ല എന്ന് ഖർഗെ ചൂണ്ടിക്കാണിച്ചു. അതായത് മാധ്യമങ്ങളിൽ നിരന്തരം ഇടപെടുന്ന പല നേതാക്കളും ഇതിനോട് മൗനം പാലിക്കുകയാണ് ചെയ്തതെന്നാണ് ഖർഗെ ചൂണ്ടിക്കാണിച്ചത്. പലരാകട്ടെ പാർട്ടി ലൈനിന് വിരുദ്ധമായി ഒക്കെ ലേഖനമൊക്കെ തന്നെ എഴുതുന്ന ആളുകളാണെന്ന് കൂടി ഖർഗെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ KC വേണുഗോപാൽ ഇടപെടുകയും ഈ വിഷയത്തിൽ പാർട്ടി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്, പിന്തുണ നൽകിയിട്ടുണ്ടെന്ന കാര്യമൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഖർഗെ തൃപ്തനായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു നേതാവിൻ്റെയും പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ സൂചനയൊക്കെ തന്നെ ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ കനയ്യകുമാർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം CJP പോലുള്ള സംഘടനകൾക്ക് രാഷ്ട്രീയ ഇടം നൽകരുത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് NSUവിൻ്റെ ചുമതലയുള്ള നേതാവ് കൂടിയാണ് കനയ്യകുമാർ. കനയ്യ പറഞ്ഞ വാക്കുകളോട് പ്രവർത്തക സമിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളും യോജിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് CJP സമരത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും ഈ സമരത്തിൻ്റെ ആവശ്യത്തെ കോൺഗ്രസ് പിന്തുണച്ചിരുന്നു. പക്ഷേ CJPയോട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ വേദിയിലെത്തുന്ന നിലപാടൊന്നും തന്നെ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ ഭാഗത്തുനിന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വിദ്യാർത്ഥികളെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തു. ഛാത്രം കി ഗൂഞ്ച് അടക്കമുള്ളവ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന കാര്യമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചു. മാത്രവുമല്ല, യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സ്വാധീനം കുറഞ്ഞു വരികയാണെന്നൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ മനീഷ് തിവാരി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭ കാലത്താണ് ഇത്തരത്തിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥി മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളതെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അതിനോട് യോജിക്കുന്ന നിലപാടല്ല പല നേതാക്കളും സ്വീകരിച്ചത്. ഏതായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ വിദ്യാർത്ഥികളുമായി നടത്തുന്ന സംവാദമൊക്കെ തന്നെ വലിയ വിജയമാണ് എന്ന തരത്തിലുള്ളൊരു പ്രതികരണമാണ് പ്രവർത്തക സമിതി യോഗത്തിൽ മൊത്തത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഖർഗെ തന്റെ നീരസം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ KC വേണുഗോപാൽ BJPയുടെ നടപടിയെ അപലപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രുചിഷ്. ശരി രാകേഷ്.